നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി വന്നിട്ടുണ്ടെന്നോ? ഋഷി, ചേച്ചി വന്നിട്ടുണ്ട്. ആ, നീ ചെല്ല്, ഞാൻ ദേ വരുന്നു. ചേച്ചി, ഇത്രയും ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടുവരുമെന്ന് ഞാൻ കരുതിയില്ല. ഇതൊക്കെ എന്തായാലും തനിക്ക് വേണ്ടതല്ലേ? കണ്ണി കണ്ടതൊക്കെ ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എടുത്ത എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. സെലക്ഷൻ ഉഗ്രനായിട്ടുണ്ട്. റിയലി? സത്യം, ഞാൻ പോയി എടുത്തിരുന്നെങ്കിൽ പോലും ഇത്ര നല്ല സെലക്ഷൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോ അക്കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. അക്കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഋഷി ഓക്കെയാ. You are looking absolutely gorgeous, my wife. നല്ല ചുന്ദരിയായിട്ടുണ്ട് എന്റെ പെണ്ണ. ഞാൻ പോയി നോക്കാം. നിന്റെ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി വന്നിട്ടുണ്ടെന്നോ? ഋഷി, ചേച്ചി വന്നിട്ടുണ്ട്. ആ, നീ ചെല്ല്, ഞാൻ ദേ വരുന്നു. ചേച്ചി, ചേച്ചി, മോളെ, ചേച്ചി, ഞാനത് തരാനാ വന്നേ. ഇതിനകത്ത് നിന്റെ ഡ്രസ്സാ. ഇതൊന്നും എടുക്കാനുള്ള സമയം നിനക്ക് കിട്ടിയില്ലല്ലോ. ഇത് കൊണ്ടുതരുന്നത് പ്രത്യേകിച്ച് വിളിച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതാ ഞാൻ വിളിക്കാൻ നിൽക്കാതെ ഇങ്ങ് പോകുന്നത്. ഋഷി എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട്. എങ്കിലും ചേച്ചി ഇത് കൊണ്ടുവന്നത് എനിക്ക് വളരെ ഉപകാരമായി.
ഇവിടെ ആളെനൊക്കെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആരും ഇല്ലേ ഇവിടെ? മനസ്സിലായി. എന്നാലും സത്യങ്ങൾ ഇപ്പോൾ ഇവിടെ ആരോടും തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് സഹിച്ചേ മതിയാവൂ. എന്നാ ശരി, ഞാനിനി അധികം നിൽക്കുന്നില്ല. ഇനി എന്നെ കണ്ടിട്ട് ഇവിടെ ഒരു സംസാരം വേണ്ട. ഞാൻ ഇറങ്ങാം. ചേച്ചി ചേച്ചി പോവല്ലേ. ഇതൊരു വല്ലാത്ത വിധിയായി പോയില്ല ചേച്ചി. നിന്റെ അവസ്ഥ എനിക്ക് കാണാൻ വയ്യ കുട്ടി. സങ്കടപ്പെടണ്ട, ഞാൻ ഇപ്പൊ തന്നെ മാഡത്തിനോടെല്ലാം തുറന്നു പറയാം. മാഡത്തോട് ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്ന് പറഞ്ഞാല് അഞ്ജിതയുടെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്കെല്ലാം തുറന്നു പറയാം. ഇതെല്ലാം അവളും ആന്റിയും കൂടി വരുത്തി വെച്ചതല്ലേ? അവള് ചെയ്തതിന്റെ ശിക്ഷ ഇന്നലെ മണ്ഡപത്തിൽ വെച്ച് കിട്ടിയില്ലേ? എല്ലാവരുടെയും മുന്നിൽ അവൾ അപമാനിതയായില്ലേ? ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയ സ്ഥിതിക്ക് അഞ്ജിത സ്വയം തിരുത്തുമായിരിക്കും. എന്നിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാനായിട്ടൊന്നിനും നിൽക്കുന്നില്ല. ഞാൻ ഇറങ്ങുക. ആ ചേച്ചി, ചേച്ചി ഇറങ്ങുവാണോ? ഞാൻ പോവാ. അല്ല, ഇതെന്താ പെട്ടെന്ന്? തൽക്കാലം അതാ നല്ലത്. എന്നാലും വേണ്ട ഋഷി, ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. ഞാനിവളെ ഋഷി ഏൽപ്പിച്ചിട്ട് പോവാ. നോക്കിക്കോണം. ഞാനുണ്ടാവും ഇവൾക്കൊപ്പം എന്നും എപ്പോഴും. പോട്ടെ ഗോപു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.